ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നല്ലൊരു പ്രീമിയം പാർട്ടി വെയർ സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രീമിയം ആയിട്ടുള്ള ഒരു പ്ലാറ്റിനം കോസ്മോസ് ഫാബ്രിക് ആണ്. ഭയങ്കര സിൽവർ ഗ്ലോസി ഫിനിഷ് ഉള്ള പ്രീമിയം ഫാബ്രിക് ആണ്. ഇപ്പോഴുള്ള 4 കളർ ഷെയ്ഡ്സ് ആണ് തോന്നുന്നു. ലെവൻഡർ, ഒരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ, പിന്നെ ഡാർക്ക് സീ ഗ്രീൻ, പിന്നെ ഒരു പീച്ച് പിങ്ക് കളർ വരുന്നുണ്ട്. ഫസ്റ്റ് കളറിൽ നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇതെല്ലാം ഹെവി പാർട്ടി വെയർ സെറ്റ്സ് ആണേ. ഇതുണ്ടോ, താഴെ ഭാഗത്ത് കട്ട് വർക്ക് വിത്ത് ഹെവി ആയിട്ടുള്ള, ഇതെല്ലാം നോർമൽ സ്റ്റോൺസ് അല്ല യൂസ് ചെയ്തത്, ഇതെല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈപ്പ് സ്റ്റോൺസുകളാണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. പിന്നെ ബാക്കി പോർഷൻസിൽ ഇതുപോലെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു മൾട്ടി കളർ വിത്ത് സെറി കോമ്പിനേഷൻസിൽ വരുന്ന എംബ്രോയിഡറി വർക്ക്സ് ടോപ്പ് ഓൾ ഓവർ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ഹെവിയാണ്. ആൻഡ് ദുപ്പട്ടയിൽ വരുമ്പം ബോർഡേഴ്സിൽ ഇതുപോലെ വർക്ക്. ഇതുണ്ടോ, ഈ ഒരു ബോർഡർ വർക്ക്, ബാക്കി പോർഷൻസിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. സോ അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നുണ്ട്. ഫുൾ ഹെവി വർക്കാണ്, ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഹെവി വർക്ക് വരുമ്പം എപ്പോഴും എല്ലാവർക്കും വേണ്ടത് ലൈറ്റ് ആണ്. ഭയങ്കര ഡാർക്ക്, ഇപ്പം ഒരു ബ്ലാക്ക്, പേർപ്പിൾ, ബോട്ടിൽ ഗ്രീൻ ഒക്കെ വരുമ്പം വർക്ക് ഭയങ്കര ഹൈലൈറ്റഡ് ആണ്. പിന്നെ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനത്തെ വർക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ആ ഹെവി വർക്ക് ആയതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബോട്ടം ആൻഡ് ഇന്നർ പ്യുവർ ഫാബ്രിക് ആണ്. ദുപ്പട്ടയിൽ വരുമ്പോഴും ഹെവി ബോർഡർ വർക്ക്, അതും ഒരു അൺഈവൻ സ്റ്റൈലിലുള്ള ബോർഡർ വർക്കാണ് ദുപ്പട്ടയിൽ കൊടുത്തിരുന്നില്ലേ. വെറൈറ്റി ആണ്. ആൻഡ് ഫുൾ വർക്ക് വരുന്ന, എന്നാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഓരോ തവണ കൊണ്ടുവരുന്ന ഓരോ ഫാബ്രിക്കിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം പേര് സെയിം ആണെങ്കിലും എല്ലാത്തിലും ലൈറ്റ് വേരിയേഷൻസ് ഉണ്ട്. ഇത് നല്ലൊരു കളറാട്ടോ. ഇത് ലാവൻഡറിൻ്റെയും പിങ്കിൻ്റെ ഒരു ബ്ലെൻഡ് ആണ്. എന്നാലൊരു സ്പെഷ്യൽ ഐ ക്യാച്ചിങ് കളറാണ്. നമ്മുടെ പിസ്റ്റയൊക്കെ പോലെ തന്നെ പെട്ടെന്ന് അധികം നമ്മുടെ എപ്പോഴും വരുന്ന ഒരു കോമ്പിനേഷൻ അല്ല ഇങ്ങനത്തെ കളർ. പിങ്ക് എന്നാൽ ലാവൻഡർ എന്ന് പറയുമ്പോൾ വളരെ ഫെമിലിയർ ആണ്. ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബ്ലെൻഡ് എന്നാൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു കോമ്പിനേഷനാണിത്. നല്ല ഫാബ്രിക് ആണ്, നല്ല ഫ്ലോയി പാറ്റേണിൽ നല്ല സിൽക്ക് ഫിനിഷിൽ കിടക്കും, ഒതുങ്ങി കിടക്കും. ഇതാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിലെല്ലാം യൂസ് ചെയ്തേക്കാം. സോ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ്. ഇതും അധികമില്ല, നമ്മളൊരു പീസ്റ്റൽ ലെമൺ യെല്ലോ കളറാണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ആണ്, ഒത്തിരി ഓവർ അല്ല, എന്നാൽ ഇച്ചിരി വെറൈറ്റി ആണ്. ഇതൊരു ഐ ക്യാച്ചിങ് കളറാണ്. അധികം വരുവല്ലാത്ത പോലത്തെ ഒരു യെല്ലോ ഷെയ്ഡാണ്. കണ്ടോ, വർക്ക് കണ്ടോ, നല്ല ഹെവി ആയിട്ട്. ഇത് വീഡിയോയിൽ കാണുന്നതിലും ഭയങ്കര ഒരു സിൽവർ ഫിനിഷ് ഓൾ ഓവർ ടോപ്പിലുണ്ട്. അതായത് ഈ ഫാബ്രിക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതിന് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാലും നല്ല ഒതുങ്ങി ആ ഒരു ഷേപ്പിൽ തന്നെ കിടക്കും. പിന്നെ ഇതിന് ഹെവി വർക്ക് ആയിട്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം തന്നെ ഇത് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ നല്ല ഒതുങ്ങി കിടക്കും. ഇതാണ് എൻ്റെ ദുപ്പട്ട. കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റും, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി പോകില്ല കേട്ടോ. നല്ല കംഫോർട്ടാണ്. ഇതിങ്ങനെ നമ്മൾ ഫംഗ്ഷനായിട്ട് പോവുകയാണെങ്കിലും ജസ്റ്റ് ചുമ്മാ ഇട്ടാൽ മതി. അങ്ങനെ പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫാബ്രിക്കിലാണ് വരുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള കളറാണ്. അതിനകത്ത് വരുമ്പോൾ കുറച്ച് ബ്ലൂ ആൻഡ് ഗ്രീനും ആണ്. ഇച്ചിരി ബ്രൈറ്റ് ആണ്, അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല. എന്നാലൊരു സീ ഗ്രീൻ കളറാണ്. നേരിട്ട് കാണുമ്പം സീ ഗ്രീൻ ആണ്. എപ്പോഴും സീ ഗ്രീൻ ആണെങ്കിലും അത് ചെറിയൊരു ബ്ലൂ ഹൈലൈഷൻ ഉണ്ട്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. 1980 ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.